ചാമ്പയ്ക്ക ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ട്, ഇന്നൊരു നോമ്പ് തുറയുണ്ട് ഇവിടെ എന്നൊക്കെ. അപ്പോൾ അതാരാന്ന് കാണണ്ടേ? അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നല്ലയിടത്ത് അടുക്കളയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയായി. ഈത്തപ്പഴവും നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരാണ് നോമ്പ് തുറക്കാൻ ഇന്ന് വരണത് എന്നല്ലേ മനസ്സിലായോ? ആരാന്ന്? പട്ടാമ്പിയുടെ പ്രിയപ്പെട്ട MLA, എൻ്റെ പ്രിയ സുഹൃത്ത് മൂസിനാണ് വരുന്നത്. കുറേ ദിവസമായി ഇവിടേക്ക് വരണം എന്ന് പറയണു. കുറേ ദിവസമല്ല, കുറേ കാലങ്ങളായി പറയണു. അങ്ങനെ ഇന്നാണ് വരുന്നത്. അതെ അതെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു വരാം. എന്റെ വീട്ടില് ഭയങ്കരമായിട്ടൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടില്ല. കേൾക്കാനോ ടേപ്പ് റെക്കോർഡർ ഉണ്ട്. വന്ന് കുറേ നേരം അകത്ത് വർത്തമാനം പറയായിരുന്നു. പിന്നെ ശിവരഞ്ജിനിയുടെ ക്ലാസ് കാണാൻ ഇറങ്ങിട്ടോ. എൻ്റെ ക്ലാസ്സിൻ്റെ ആ സ്പേസ് മോസിന് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഒരു സ്റ്റേജും കൂടെ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്, കുട്ടികൾക്ക് പെർഫോം ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരു സ്പേസ്. അത് പറഞ്ഞപ്പോൾ മോസിൻ പറഞ്ഞു, പട്ടാമ്പിയിലൊരു ആർട്ട് ഗാലറി കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആർട്ട് ഗാലറി മാത്രമല്ല, തൃശ്ശൂർ റീജിയണൽ തിയേറ്ററൊക്കെ പോലെ നമുക്കൊരു പെർഫോം ചെയ്യാനുള്ളൊരു സ്പേസും കൂടെ പട്ടാമ്പിയിലുണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു. അതായത് നമുക്ക് അടുത്ത് തൃശ്ശൂർ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ പട്ടാമ്പിയിലൊരു സ്പേസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതല്ലേ. സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ആർട്ട് സ്പേസ് നമ്മുടെ പട്ടാമ്പിക്ക് ഇല്ലല്ലോ. ഡാൻസ് ക്ലാസ്സിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഭയങ്കര ഇഷ്ടമായി ഡാൻസ് ക്ലാസ്സിൻ്റെ സ്പേസ്. അങ്ങനെ അകത്തേക്ക് കയറി വീട്ടിലെ അടുക്കളയും ഒക്കെ കണ്ടു. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ പഴയ അല്ലേ? ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ? ഈ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഈ കളിക്കാനൊക്കെ പോകുമല്ലോ. കളിക്കാൻ പോയിട്ട് തിരിച്ച് വരുമ്പോഴാണ് വയലൊക്കെ ഇടുന്നത്. അപ്പൊ ആ സമയം ഒരു വൈകി കഴിഞ്ഞാൽ വീട്ടിലൊക്കെ ചൂടാവുമല്ലോ. അപ്പൊ ആ ഒരു പേടിയോടുകൂടി വീട്ടിൽ വരുമ്പോഴാണ് വയലിൽ. ഇതിലാണ് നമ്മള് കുക്കിംഗ്, ചോറ് കൂട്ടാൻ ഉപ്പേരിയൊക്കെ. പക്ഷെ പിള്ളേർക്കൊന്നും പോരാൻ അറിയില്ല കേട്ടോ. പോരാൻ ഇത്തിരി പണിയാണ്. ബാങ്ക് കൊടുത്തു. നോമ്പ് തുറക്കാനുള്ള ടൈമായി. വളരെ ചെറിയ തോതിലൊരു നോമ്പ് തുറക്കുള്ള വട്ടങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സ്പെഷ്യൽ ജ്യൂസാണ്. എന്താ എന്ത് ഗസിയാണ് അല്ലേ? ഇഷ്ടാവൂന്ന് അറിയില്ല. നെല്ലിക്കണ്ടതില് എന്തോ ഇലയാണോ? എന്റെ ഇവിടെ തൊടിയെന്ന് പറിച്ചില്ല. മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായോ? ചാമ്പയ്ക്ക നെല്ലിക്ക പറഞ്ഞത് പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കഴിഞ്ഞിടത്തെ മാങ്ങ, കഴിഞ്ഞിടത്തെ മാങ്ങ പഴുത്തത് ഉണക്കിയിട്ട് ഉണക്കില്ല, ചെത്തി മിക്സിയിൽ നല്ല പഞ്ചസാര ഇട്ട് അടിച്ച് ഫ്രീസർ ചെയ്യും. എന്നിട്ട് ആവുമ്പോ കുറച്ച് ഐസ്ക്രീം പോലെ ഉണ്ടാവില്ലേ? പിടി കിട്ടിയോ? പിടിയുണ്ട്, കിട്ടില്ല. എന്താ സാധനം എന്താന്ന് അറിയണ്ടേ? ഇത് നമ്മൾ പരിചയമുള്ള സാധനമാണ്. പക്ഷെ കിട്ടിയോ? പിടി കിട്ടിയോ? അവിടെ ഒന്നല്ലൊന്ന് ഗസ് നിങ്ങൾ എന്താ സാധനം? ഏകദേശം ഒരു ഐഡിയ കിട്ടില്ലേ? കൂവ കൂവ
എങ്ങനെ കിട്ടുക? എല്ലാരും ഫ്രൂട്ട്സ് മിൽക്കാണ് എല്ലാരും. ജ്യൂസ് പറയുമ്പോ നമ്മള് ചാമ്പക്കയുടെ കാറ്റഗറി കൂടെ കാറ്റഗറി. സാധാരണ ജ്യൂസ് ഏത് ഫ്രൂട്ട്സ് ആയിരിക്കും എന്നാണ്. കൂവ ഒരിക്കലും അറിയില്ല. പക്ഷെ എവിടെയോ പരിചയമുള്ള ഒരു ടേസ്റ്റ്, പക്ഷെ എന്താന്ന് കിട്ടില്ല. അപ്പൊ മനസ്സിലായി, കൊള്ളാം. പക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ കൂവൊക്കെ എങ്ങനെ. പേരൊക്കെ ഉണ്ട് ആരോ റൂട്ട് മിൽക്ക്. അതായത് ഒരു ടേസ്റ്റ് ഉള്ളത് കണ്ടാൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കും. നന്നായിട്ടുണ്ട്. അല്ല കൂവപ്പൊടി നമ്മുടെ അവിടെ ഉള്ള സാധനമാണ്. പിന്നെ വേനൽക്കാലത്ത് നല്ലതുമാണ്. മാത്രമല്ല ഈ വേനൽക്കാലം നോമ്പിനൊക്കെ ഏറ്റവും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സംഭവം. ഒരു പ്രത്യേകത എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. നല്ല സ്മെല്ല്. നല്ല അതില് സാധാരണ കപ്പയിൽ ഉള്ളി ഉണ്ടാവുള്ളൂ. ഉള്ളിയുടെ ഇത് കുറച്ച് പണികളാണല്ലോ. നല്ല പണിയാ. കുറച്ചെല്ലാത്തിനും നല്ല പണിയാ. ഞാൻ ആദ്യം വിചാരിച്ചു സാധാ പുളിയിഞ്ചിയാന്നാ വിചാരിച്ചു. മാങ്ങ ഇങ്ങനെ വരട്ടും ദിവസങ്ങളോളം അടുപ്പത്തിട്ടിട്ട്. അതായത് പണി കഴിഞ്ഞാൽ മാങ്ങയുടെ ഉരുളയും വെക്കും. വാപ്പട്ടിക്ക് വേണ്ട സാധനം ഇത് പനീറാണ്. ഇനി എന്താ ഏത്? അത് കപ്പയാണ്. സംഗതി ടേസ്റ്റ് ഉണ്ട്. പിന്നെ കൊള്ളാം. വെജ് ബിരിയാണി ഇല്ല പറഞ്ഞേ. അല്ല വെജ് ബിരിയാണി ഇല്ല പറഞ്ഞിട്ടുണ്ട്. വെജ് ബിരിയാണി കൊണ്ട് സംഗതി ഇല്ലല്ലോ. ബിരിയാണി വെജ് പുലാവ്. ആ വെജ് കഴിഞ്ഞത് പുലാവായി. ബിരിയാണി പറഞ്ഞാൽ ബീഫ്, ചിക്കൻ, മട്ടൻ. കറക്റ്റാ. നമ്മുടെ സ്ഥിരം ഇതാണ് വെജ് ബിരിയാണി. വെജ് പുലാവ്. അങ്ങനെ അതൊക്കെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ പഠിക്കുന്ന സമയത്ത്, MPhil പഠിക്കുന്ന സമയത്ത് ഇവിടെ വാടനാവശ്യം ഒരു ഫൈസൽക്ക് കുറച്ച് പേര് അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പൊതുവേ ഹോസ്റ്റൽ മെസ്സിലുള്ള ഫുഡ് പിന്നെ ഭയങ്കര കാശൊന്നുമില്ലല്ലോ ഒന്ന്. അപ്പോൾ ഈ സൺഡേയിലോ സാറ്റർഡേയിലോ ഒരു ദിവസം മാസത്തിലൊരിക്കൊക്കെ ഞങ്ങൾ ആന്ധ്രാമസിൽ പോയി കഴിക്കും. ആന്ധ്രാമസിൽ നല്ല നാടൻ ഫുഡാണ്. അവിടെ ആദ്യം ഇതുപോലെ അച്ചാർ, ഈ പൊടിയുണ്ടല്ലോ, പൊടിയിടും. പിന്നെ കുറച്ച് ദാല്, പരിപ്പ്, പിന്നെ കുറച്ച് എന്താ പറയുക നെയ്യ്, ഇതൊക്കെ വെച്ചിട്ടാണ്. പിന്നെ ചോറിടും, പിന്നെ പൊരിയൽ, അത് എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങളുണ്ടാവും. അൺലിമിറ്റഡ് ഫുഡാണ്. അപ്പം 30 രൂപ 25 രൂപയൊക്കെ ഉള്ളൂ. വലിയൊരു പൈസ ആയിട്ടാണ് നമുക്ക് തോന്നിയിരുന്നത് അന്ന്. വയറ് നിറച്ച് പിന്നെ രണ്ടാമത് ഇതൊക്കെ ഇട്ട് കഴിക്കും. അപ്പോൾ ഈ ഇഡ്ഡലിപ്പൊടി ഭയങ്കര ടേസ്റ്റാണ്. അത് ഇങ്ങനെ കുറച്ച് അവിടെ അച്ചാറും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അതിങ്ങനെ എടുത്തിട്ട് അതും അച്ചാറും നെയ്യും ഇവിടെ നല്ല സ്ഥിരം ഈ പറഞ്ഞ പോലെ പോണ സമയത്തൊക്കെ ഒരു 4 ദിവസം കഴിക്കാനുള്ളതാണ് കഴിച്ച് ഇതാക്കും. അങ്ങനെയായിരുന്നു അന്ന്. എന്താ നിങ്ങളുടെ അഭിപ്രായം വെജിറ്റേറിയൻ ഇഫ്താറിനെ പറ്റിയിട്ട്? നല്ലതല്ലേ വെജിറ്റേറിയൻ? ഡാൻസിന്റെ പിള്ളേര് വന്ന സ്ഥിരം ഇരിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഇവിടെ വട്ടത്തിൽ ഇരുന്നിട്ട് കഴിക്കലാണ്. ഇതില് എന്റെ കസിൻസിനെയും എന്റെ അനിയത്തിനെയൊക്കെ ഇത്താത്തതാണ് പണ്ട് തൊട്ടേ തുടങ്ങിയതാണ്. ഞാനാണ് തുടങ്ങി വെച്ചത്. എന്താ വെച്ചാൽ ഇവിടെയൊക്കെ ഇവിടെ അടുത്തൊക്കെ അപ്പൊ ഞാൻ ഇങ്ങനെ അവിടുത്തെ കുട്ടികൾ വരുമ്പോ ഞാൻ പറഞ്ഞു കൊടുക്കും ഒക്കെ താത്തമാരാണ് കേട്ടോ. അപ്പൊ ആ പ്രായത്തിലാണല്ലോ എന്റെ കസിൻസ് ഒക്കെ. അപ്പൊ ഇവര് പൊതുവെ വർത്താനം പറയാൻ ഇത്തിരി പിന്നാക്കായിരുന്നു. ഇത്താത്താന്ന് വേഗം പറഞ്ഞായിരുന്നു. ഓപ്പോളൊന്നും പറഞ്ഞു കൊടുത്താൽ പറയാൻ വയ്യ. പഠിച്ചത് പെരുന്തമണ്ണയും വളാഞ്ചേരി ഒക്കെ തന്നെ. അപ്പൊ സംസാരിക്കുമ്പോഴും ഈ സംഗതി ഈ വീഡിയോ കണ്ടാ പറയാ ചെറിയ കളിക്കലല്ല. ഇത് കണ്ടു കഴിഞ്ഞാ ഇക്കാണ് ഏറ്റവും പ്രശ്നം. ഈ നമ്മുടെ ഓരോ വീഡിയോയിലാണ് സാധനം ഉണ്ടാക്കും. എന്നിട്ട് ഞാൻ കോളേജിൽ പോയി കഴിഞ്ഞാൽ വീട്ടിൽ ഓരോന്നുണ്ടാക്കും, ഒന്നും പടക്കത്തില്ല. ഫോഴ്സ് ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു കലയാണ്. പക്ഷെ നിർബന്ധിതമാകപ്പെടുമ്പോഴാണോ നല്ല ഇഷ്ടമാണ്. വേറെ എവിടെയെങ്കിലൊക്കെ പോയാൽ എനിക്ക് മിസ് ചെയ്യുന്ന സ്ഥലം ഏറ്റവും ആദ്യം അടുക്കളയാണ്. അടുക്കളയില്ല. അതിന് അതിപ്പോ ഈ ചാനൽ തുടങ്ങിക്കൊണ്ടൊന്നല്ല, അതിന് മുമ്പ് തന്നെ. കൊള്ളാം. നിങ്ങള്
ഇപ്പോൾ ഡാൻസ് ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യുന്നു, ഒപ്പം തന്നെ സംഗീതമാണ് ഒന്ന് പഠിച്ചത് അല്ലേ? അല്ല, ഡാൻസും പഠിച്ചിട്ടുണ്ട്, ചെറുതോട്ടെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഫുഡിനോട് ഇങ്ങനെ കമ്പം തോന്നാം. സാധാരണ ഇങ്ങനൊരു കമ്പം തോന്നല് ഉണ്ടാവാറില്ല. ഇപ്പോൾ വെജിറ്റേറിയൻ ആണെങ്കിലും അതിൽ ഒരുപാട് വ്യത്യസ്തമായ വെറൈറ്റീസ്, ഇപ്പം നമുക്ക് ഗസ് ചെയ്യാനും കൂടി പറ്റാത്ത പല സംഭവം കൊണ്ടും ജ്യൂസ് അതുപോലെ ഉള്ള സംഭവങ്ങളൊക്കെ. ഞാൻ ചെറുതോട്ടെ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അതെ, പഠിക്കാൻ ഇഷ്ടമില്ല. അപ്പൊ പിന്നെ അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ, മൊബൈലില് ടിവിയില് എന്തെങ്കിലും ഒന്ന് കണ്ടിരിക്കണമെങ്കിൽ പിന്നെ ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ളൊരു മേച്ചിൽപ്പുറം എന്ന് പറഞ്ഞാൽ അടുക്കളയാണ്. പിന്നെ വളർത്തിയതൊക്കെ വല്യമ്മയാണ്. അടുക്കളയാണ്. പരീക്ഷണങ്ങൾ നടത്താനുള്ള വകുപ്പൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. അന്നിപ്പോ പരീക്ഷണം നടത്താൻ ഒന്നും ഇല്ലല്ലോ. ഞങ്ങൾ കൂട്ടുകുടുംബായിരുന്നു. ചോറ് കൂട്ടാൻ ഉപ്പേരി, ദോശ, ഇഡ്ഡലി, ഉപ്പുമാവ്, അതിനപ്പുറം വേറൊരു പുട്ടെന്നറിയാതാണ്. അപ്പൊ പരീക്ഷണങ്ങൾ നടത്തില്ല. പക്ഷെ നമ്മൾ ഈ കുട്ടിപ്പര വെച്ച് കളിക്കുക അങ്ങനത്തെ ഉള്ള പരിപാടികളുണ്ടല്ലോ, ആ സമയത്തൊക്കെ ഞാനാണ് സ്ഥിരം കുക്കിംഗ് ആള്. അതായത് മണ്ണോണ്ടൊക്കെ ആവും, എന്നാലും ആ കുക്കിംഗ് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ്, ഇഷ്ടമായിട്ട് തന്നെയാണ്. അല്ല, അത് ഇപ്പൊ ഇവരൊക്കെ കുട്ടികളായിരിക്കുമ്പോഴൊക്കെ ഇവര് ഈ പച്ചക്കറി ഇങ്ങനെ മാറ്റി വെക്കും. അപ്പൊ ബിരിയാണി എന്നുള്ള പേരിൽ എന്തുണ്ടാക്കിയാലും അല്ലെങ്കിൽ ആ മസാല ഇട്ടാൽ കഴിക്കും. അപ്പൊ ഞാൻ എന്താ വിചാരിച്ചാൽ എല്ലാ വെജിറ്റബിൾസും, കുമ്പളങ്ങിയും മത്തങ്ങയും ഉള്ളിയും തക്കാളിയും വെണ്ടയ്ക്ക എന്താ കയ്യിൽ കിട്ടണമെന്ന് വെച്ചാൽ എല്ലാം ഇട്ട് വഴറ്റിയിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് മസാലപ്പൊടിയൊക്കെ ചേർത്ത് മിക്സിയിൽ ഒന്നങ്ങോട്ട് അരയ്ക്കും. എന്നിട്ട് ഈ റൈസിന്റെ ഒപ്പിട്ട് സുഖമായിട്ട് മടമടാന്ന് കഴിക്കും. എന്നിട്ട് കോളേജിൽ പോയി കഴിഞ്ഞാലേ ടീച്ചേഴ്സ് ഞങ്ങളെല്ലാരും കൂടി കഴിക്കുമ്പോ ഞാൻ പറയും പഴുതാ ഞാൻ കഴിക്കില്ല പറഞ്ഞ പറയും നിന്റെ അമ്മയുടെ വീഡിയോയില് പറയുന്നുണ്ടല്ലോ നിനക്ക് അന്ന് അങ്ങനെ തന്നിട്ടുണ്ട്. അമ്മ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അമ്മ സഖാവുമായിരുന്നു കുറെ കാലം. 15 കൊല്ലമല്ലേ മുത്തശ്ശി അമ്മ കൗൺസിലറായിട്ട് ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ. സുഖമായിട്ട് എനിക്ക് നല്ല ധൈര്യമാണ്. ഞാൻ വീട് ഏൽപ്പിച്ച് പോവാറുണ്ട്. പെൺകുട്ടികളെ മാത്രം പോരാ, ആൺകുട്ടികളെയും. കുക്കിംഗ് മാത്രമല്ല, നമ്മൾ അരുതുകള് സാധാരണ പറയുക പെൺകുട്ടികളോട്, അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെ. പിന്നെ ഈ സമയം, അസമയം പെൺകുട്ടികൾക്ക്, സമയമൊക്കെ ആൺകുട്ടികൾക്കുള്ളതാണ്. ആ വേർതിരിവ് വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ ശരിക്കും സ്കൂളിലെ പുസ്തകത്തിൽ ഇപ്പൊ പുതിയ പാഠ്യപദ്ധതിയുടെ ഒക്കെ ഭാഗമായിട്ട് വീട്ടിലെ ആണുങ്ങളും കിച്ചൺ പണിയൊക്കെ എടുക്കുന്നതിന്റെ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. അല്ല, ഞാൻ പറഞ്ഞ ഈ ഫോട്ടോസ് കൊണ്ട് മാത്രം കാര്യമില്ല, പക്ഷെ ഒരു കൾച്ചർ, അതെ അതെ, ഒരു കൾച്ചർ ബിൽഡ് ചെയ്താലാണ്. ഒരു സ്ത്രീയുടെ മാത്രമല്ലല്ലോ ഈ കിച്ചൺ എന്ന് പറയുന്നത്, എല്ലാരും ഷെയർ ചെയ്യണം. മാത്രമല്ല എനിക്ക് തോന്നുന്നു നമ്മളൊരു ജീവിതത്തിൽ ഒരു പ്രതിസന്ധി നേരിടുമ്പോൾ ഒറ്റക്ക് എങ്ങനെയും ജീവിക്കാനുള്ള കരുത്ത് ഈ പറഞ്ഞ മാതിരി ഒരു വീട് മാനേജ് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പൊ എല്ലാ പുരുഷന്മാരും തീർച്ചയായിട്ടും അത് പഠിക്കേണ്ടതാണ്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമ ഉണ്ട്. അതില് ഒരു സീനിലുണ്ട്, ഇന്ന് ഞങ്ങൾ ആണുങ്ങൾ കുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടൊരു സീനുണ്ട്. എന്നിട്ട് അവര് സുരാജും കുറച്ച് അവര് കുക്ക് ചെയ്യും. കുക്ക് ചെയ്തതിനു ശേഷം അടുക്കള സീൻ കാണിക്കേണ്ടത്. അതായത് കുക്കിങ്ങിനെക്കാളും എത്ര ഇമ്പോർട്ടൻസ് ആണ് ക്ലീനിങ്. ആ അടുക്കള അത്രയും മെസ്സാക്കിട്ട് ഇതിന്റെ ചോദ്യം ഉണ്ട്, ഇനിയിപ്പോ എന്ത് പണിയാണുള്ളത്, പണിയൊക്കെ ഞങ്ങൾ എടുത്തില്ല എന്നുള്ള ചോദ്യം ചെയ്യാറുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് രാത്രി 8, 8:30, 9 ആ നേരത്തൊക്കെ ഓൺലൈൻ ക്ലാസ്സസ് ആവും. 9 മണി 10 മണി നേരത്ത് എൻ്റെ കഴിക്കൽ ഓൾമോസ്റ്റ് ഒരു 6 മണി 6:30 മണി ഡിന്നർ കഴിയും. പിന്നെ ഇവരാണ് എല്ലാം ചെറിയ പാത്രത്തിലേക്ക് കുക്കിങ്ങിനോടൊപ്പം തന്നെ പ്രാധാന്യം ചെയ്യുക. അതൊക്കെ ഇവരുടെ പണിയാണ്. എന്തായാലും ഫുഡ് ഗംഭീരായി. പല വെറൈറ്റീസും സാധാരണ നമ്മൾ കഴിക്കുന്നതല്ല, ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ വീടിന്റെ നാലുപുറമുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് ടേസ്റ്റ് ചെയ്ത് കഴിക്കാന്ന് പറഞ്ഞാൽ നല്ലൊരു അനുഭവമാണ്. അതെ അതെ അതെ. അപ്പൊ ഇതാണ് കേട്ടോ ഗസ്റ്റ്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ചാനലിൽ ഞാൻ തുടക്കം വീഡിയോ എടുക്കുമ്പോ ചമ്പയ്ക്ക് പൊട്ടിക്കുമ്പോ ഞാൻ പറഞ്ഞു ഇന്നൊരു ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആരാന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും സന്തോഷം. മുസ്ലിം കാണുമ്പോ ഒക്കെ പറയാറുണ്ട് വരണം എന്ന്. അതെന്തായാലും ഈ റമദാൻ കാലത്തായതുകൊണ്ട് ചെറിയ തോതിൽ ഒരു നോമ്പ് തുറയും കൂടെ ഒരുക്കാൻ പറ്റിയത് വലിയ സന്തോഷം. ഡാൻസ് ക്ലാസ്സിനെ കുറിച്ചും അതുപോലെ ചാനലിനെ കുറിച്ചും കുറേ നേരം സംസാരിച്ചിരുന്നു കേട്ടോ. മാഷും ബഷീറും മൊഹസിൻ്റെ ഒപ്പം വന്ന കുട്ടികളും അതുപോലെ ഡ്രൈവറും എല്ലാവരും കൂടെ നല്ലൊരു ദിവസമായിരുന്നു അന്ന്. നമുക്ക് ജീവിതത്തിൽ പലതും വിലപ്പെട്ടതാണ്. അതുപോലെ ഒന്നാണ് നല്ല സൗഹൃദങ്ങൾ. എല്ലാവർക്കും സ്നേഹത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ഈദ് ആശംസകൾ നേരുന്നു. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.